ഹലോ ഗായ്സ്, നമ്മുടെ ഈ പൂരം തുടങ്ങിയിട്ട് ഡേ 6 ആണ് ഇന്ന്, 6 ചുറ്റുവിളക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടിയും കൈകൊട്ടിക്കളി തന്നെയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ കൈകൊട്ടിക്കളിയായിരുന്നു, ഇന്ന് ചേറുംകുളമുള്ള ഒരു ടീമിൻ്റെ കൈകൊട്ടിക്കളിയാണ്. അത് 8 മണിക്കാണ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഇതേ ആലൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മൾ മാല കെട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാല കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നത്. എന്നും 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്താറ്. ഇന്ന് 6:30 ആയപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഈ മാല കെട്ടുന്നത് നമ്മൾ പൂരം തുടങ്ങണതിൻ്റെ തലേ ദിവസമായിട്ട് അമ്പലം ഫുള്ള് ചുറ്റും ഇങ്ങനെ തൂക്കിടാൻ വേണ്ടിയിട്ട് കെട്ടിയിരുന്നില്ലേ, കോർത്തിരുന്നില്ല സൂചിയും കൊണ്ട്, അതുപോലെ കെട്ടാനാണ് നമ്മൾ അന്ന് കെട്ടിയതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇന്നതേ പുതിയത് കെട്ടി തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളോട് നേരത്തെ വരാൻ പറഞ്ഞതാണ് മാല കെട്ടാൻ. നമ്മൾ വന്നിട്ടും മാലയ്ക്കില്ല പൂവ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പൂവ് ലാസ്റ്റ് 8 മണിയൊക്കെ 7:30 ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ആ ടൈമിലേക്കാണ് കേട്ടോ പൂവ് വന്നത്. പിന്നെ അതേ ഞാനും മിന്നും പിന്നെ കുറേ ചേച്ചിമാരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കഴിയണേ 20 കിലോ പൂവാണ് കേട്ടോ, ഈ 2 കളറായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കെട്ടിയ പോലെ തന്നെ ഇടയ്ക്കുള്ളത് കോർണറിൽ വെക്കാനുള്ളത് മൂച്ചീൻ്റെ ഇലയും കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ പകുതി കെട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ കൈകൊട്ടിക്കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാണാനായിട്ട് ഞങ്ങൾ നേരെ ആര്യൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് കേട്ടോ കാണുക. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് ചുറ്റും ആൾക്കാരായി. പിന്നെ ഞങ്ങൾക്കൊന്നും കാണില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ നേരെ ടെറസിൻ്റെ മുകളിൽ പോയി അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അങ്ങനെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓടിയിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിക്കാനായിട്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട്. പിന്നെ ആൾക്കാർ കൂടുതലാണ് പറഞ്ഞിട്ട് കഞ്ഞിയൊന്നും ഇല്ലാതിരുന്നിട്ടില്ല, എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അമ്പലത്തിലേക്കാണ് കയറിയത്. കയറി വന്നപ്പോൾ ജനാർദ്ദേട്ടൻ നാളത്തേക്കുള്ള ചന്ദനം ഉണ്ടാക്കലാണ്. അങ്ങനെ ഓരോരുത്തർ പണിത്തിരക്കിലാണ്. പിന്നെ നമ്മളിതേ പകുതി കെട്ടി വെച്ച മാലതേ ഇവിടെ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ ചേച്ചിമാർ. ഞങ്ങൾ കളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. ഓക്കെ.